കോൺഗ്രസിൽ ജീവിച്ചിരുന്നവരിൽ BJP ഏറെ ഭയന്നിരുന്ന നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ആ ശരീരത്തെ പേടിക്കാനുള്ള ഒരു സാഹചര്യം BJPക്ക് മാറിയിരിക്കുന്നു. പക്ഷേ രാജ്യം ആരാധിക്കുന്ന ഒരു മഹാനെ മരണത്തിലും BJP നിന്ദിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ രാജ്യത്ത് ആളിക്കത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇങ്ങനൊരു അപമാനിക്കാൻ വേണ്ടി നേരിട്ടിറങ്ങി എന്നുള്ളതാണ് പ്രതിഷേധത്തിന് ശക്തി കൂടിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹന വ്യൂഹം കൊണ്ട് മൻമോഹൻ സിംഗിന്റെ വിലാപയാത്രയെ തടസ്സപ്പെടുത്തിയത് അത് BJPയുടെ അസഹിഷ്ണുതയാണ് വെളിച്ചത്തു വന്നത്. മാത്രമല്ല, മൻമോഹൻ സിംഗിന്റെ സംസ്കാരവും സ്മാരകവും ഒരേ സ്ഥലത്തല്ല നൽകുന്നത്. ഇതിൽ കോൺഗ്രസിന് കടുത്ത എതിർപ്പാണുള്ളത്. അവർ അത് അറിയിച്ചു കഴിഞ്ഞു. കാരണം ചരിത്രം അങ്ങനെയല്ല രാജ്യത്തിൻ്റെത്. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അർഹിച്ച ബഹുമാനം രാജ്യം നൽകിയപ്പോൾ BJP ഭരണത്തിൽ മൻമോഹൻ സിംഗ് അപമാനിതനായിരിക്കുന്നു. നിഗംബോധ്ഘട്ട് ശ്മശാനത്തിൽ ഒതുക്കേണ്ട ഒന്നായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്തിമയാത്ര എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് വ്യക്തമാക്കി. സംസ്കാര ചടങ്ങിൽ സർക്കാർ അപമാനിച്ചു എന്നതിൻ്റെ ഏറ്റവും പൊറുക്കാൻ കഴിയാത്ത ഒന്നാണ് അമിത്ഷായുടെ വാഹനവ്യൂഹം മുന്നിൽ വന്ന് അന്ത്യയാത്രയ്ക്ക് തന്നെ തടസ്സമുണ്ടാക്കിയത്. മൻമോഹൻ സിംഗിന്റെ വിലാപയാത്ര തടസ്സമുണ്ടാക്കുക വഴി അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ ഇപ്പോൾ ഇതാ മൻമോഹൻ സിംഗിനെ വണ്ടി തടഞ്ഞു നിർത്തി അപമാനിക്കുന്നു എന്നുള്ളത് രാജ്യം മൊത്തം പറഞ്ഞിരിക്കുകയാണ്. അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്ര തടഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർ രോഷാകുലരായി. ഒരു ജീവിതത്തിന്റെ അവസാന കാലം രാജ്യത്തെ ജനങ്ങളെ സ്നേഹിച്ചൊരു പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന് നൽകിയ അന്ത്യയാത്ര പോലും രാഷ്ട്രീയം കണ്ടു BJP. ഇത് മാത്രമല്ല, പ്രക്ഷേപണം ദൂരദർശനിൽ മാത്രമാക്കി കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ കാണിച്ചത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആയിരുന്നു. അവരുടെ ഒരു PR വർക്കായി മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്ര മാറി. കുടുംബത്തിന് നൽകിയത് 3 കസേര മാത്രമായിരുന്നു. ഇടുങ്ങിയ സ്ഥലത്ത് ചിതക്കരികിലേക്ക് എത്താൻ കുടുംബാംഗങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നത് കാണാമായിരുന്നു. ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴുമെല്ലാം പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിൽക്കാതെ ബഹുമാനം കാണിക്കാതെ നിൽക്കുന്നത് അവരുടെ ഏറ്റവും പക്വത കുറഞ്ഞൊരു സമീപനമാണ് രാജ്യം കണ്ടത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് അർഹമായ ബഹുമാനം നൽകിയതേയില്ല. കാരണം ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ BJP ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്രയുമധികം വ്യത്യസ്തത കണ്ടുവെങ്കിൽ അവർ കാണിക്കുന്ന അസഹിഷ്ണുതയാണ് ഇതിൽ നിന്നും വെളിവാകുന്നത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം കുറക്കാൻ പരമാവധി ശ്രമിച്ചു BJP. മൻമോഹൻ സിംഗിന്റെ മരണം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP പറഞ്ഞുവെങ്കിലും BJP നടത്തിയ ഈ നാടകം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല, ലോകം ആരാധിക്കുന്ന ഈ രാജ്യത്തിന്റെ സമ്പത്തായ നേതാക്കന്മാരെ വരെ ഇങ്ങനെ അപമാനിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നറിഞ്ഞതോടെ അമിത്ഷായ്ക്കെതിരെ വീണ്ടും രാജ്യത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്.